ഞാൻ ലൈഫിൽ ഇതുവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പെരുമഴയായിരിക്കും വീട്ടിൽ. ഇപ്പോൾ പപ്പയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അത് കൊടുത്തു വിട്ടാൽ പിന്നെ ഓരോ പ്രാവശ്യം ആരെങ്കിലും വരുവാണെങ്കിലും കാർഗോ കൊടുത്തു വിടുവാണെങ്കിലും എല്ലാം ആ സാധനം മടുക്കുന്നിടം വരെ കഴിക്കാനും അല്ലെങ്കിൽ ഒരു സാധനം യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഉള്ളവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതലും ഉത്സവങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പിരിവ് വരുമല്ലോ. പിരിവ് വരുവാണെങ്കിൽ ഗൾഫുകാരൻ്റെ വീടാണെന്ന് കാണുമ്പോൾ അവർക്ക് ഭർത്താവ് ഗൾഫിലല്ലേ, കുറച്ച് പൈസ കൂടുതൽ പോരട്ടെ എന്നൊരു ചിന്താഗതിയുമായിട്ടാണ് പലരും കൂടുതൽ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത്. ആ ഒരു ചിന്താഗതിയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണോ ആളുകൾ കഷ്ടപ്പെടുന്നത് അതിൻ്റെ ഇരട്ടി ഇവിടെ പ്രവാസികൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് പിരിവ് വാങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഷാർജയിൽ വന്നിട്ട് 4 മാസമായിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് ഞാൻ എവിടെയാണോ വന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ഷാർജ ഫോർട്ടിൻ്റെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. അന്ന് ഒട്ടും ഇഷ്ടപ്പെടാതാണ് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് വന്നത്. ഇപ്പോൾ എൻ്റെ ആ എല്ലാ രീതികളും മാറി, എല്ലാ ചിന്തകളും മാറി, ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടവുമായിട്ട് സിങ്കായി. നമ്മളെ പെട്ടെന്ന് ഒരിടത്തോട്ട് പറിച്ച് നടക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു. എങ്ങനെയൊക്കെയാണ് പ്രവാസികൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സിനിമയിലും അല്ലാതെ പപ്പയും മാമന്മാരും ഒക്കെ ഓരോരോ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ പറയുമ്പോഴും നമ്മൾ നേരിട്ട് കാണുന്നോ അനുഭവിക്കുന്നോ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്കിപ്പോൾ പപ്പ ഒരു 100 ദിർഹംസ് തന്നെന്ന് വെച്ചോ. ആ 100 ദിർഹംസ് ഞാൻ രണ്ട് പ്രാവശ്യം ബസ്സിൽ, ഞാൻ കൂടുതലും ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു ബസ്സിലോ മെട്രോയിലോ കയറിയിട്ട് ദുബായ് ഒന്ന് കണ്ട് കറങ്ങി വരുമ്പോഴത്തേക്കും 2 പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് എൻ്റെ 100 ദിർഹംസ് കഴിഞ്ഞു. പിന്നെ അടുത്ത പൈസ എനിക്ക് തരുവാണ്. അതിപ്പോൾ എന്നെ കാണുന്ന എൻ്റെ മാമനാണെങ്കിലും എൻ്റെ അങ്കിളുമാരാണെങ്കിലും എല്ലാവരും കാണുമ്പോൾ എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടെന്താണെന്ന് അറിയില്ല. കാരണം അവരെന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഒരു കാശിൻ്റെ മൂല്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ചെയ്ത യാത്രകൾ, ഇതൊന്നും എന്നോട് എൻ്റെ ആഗ്രഹം കണ്ടുകൊണ്ട് നല്ലവരായ കുറച്ച് മനുഷ്യർ എനിക്ക് തന്ന ഗിഫ്റ്റാണ് ആ യാത്രകൾ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. എൻ്റെ അടുത്തൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവർ. എൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൂട്ടിയതാണ്. ഈ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ എങ്ങനെയാണ് തീർക്കേണ്ടതെന്നോ അറിയിക്കേണ്ടതെന്നോ എനിക്കറിയത്തില്ല. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ വന്ന പ്രവാസികൾ ലീവിന് വരുമ്പോൾ അവരെ ഒരാഴ്ച ഉറങ്ങാൻ വിടുക. കാരണം ഇവിടെ അവർക്ക് ഉറക്കം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നു, തിരിച്ച് വന്ന് കിടന്നുറങ്ങുന്നു. എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലേലായി. കഴിക്കാതൊന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ല കേട്ടോ. ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കമ്പനി വിസയും അക്കോമഡേഷനും ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ കഷ്ടപ്പെടുന്ന പൈസ നമുക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാം, ഫുഡിന് കുറച്ച് പൈസ പോയാലും. പക്ഷേ അക്കോമഡേഷനും വിസയും ഒന്നുമില്ലാണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ പിടിച്ച് നിൽക്കാൻ 1-2 വർഷം. അത് കഴിയുമ്പോൾ അവരുടെ ജീവിതം പയ്യെ മെച്ചപ്പെട്ട് വരും. അപ്പം അങ്ങനെ ഇപ്പോൾ ഗൾഫിൽ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പണക്കാരാവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരുപാട് പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ഇവിടെ അധ്വാനിച്ച് ഒരു നേരത്തെ ശമ്പളം കൈപ്പറ്റുക എന്ന് പറയുന്നത് യോഗമുള്ളവർക്കേ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ വെള്ളത്തിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞു, ഓരോ ഭക്ഷണ സാധനത്തിൻ്റെ വില. പിന്നെ അതേപോലെ ഒരു 90% ഗൾഫുകാരുടെയും വീട് 2 നില വീടായിരിക്കണം, അല്ലെങ്കിൽ നല്ല അടിപൊളി വീടായിരിക്കും. വീട്ടുകാർ നല്ല സ്വർഗത്തിലായിരിക്കും താമസിക്കുന്നവർ കൂടുതൽ ആൾക്കാരും. പക്ഷേ ഞാനിവിടെ ഓരോ ആളുകളെയും പോയി കണ്ടു, അവർ താമസിക്കുന്ന സാഹചര്യങ്ങൾ അറിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അവരിത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്നിട്ടാണ് നാട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും എല്ലാം വളരെ സുരക്ഷിതമായിട്ട് നല്ല മെത്തയിലും നല്ല റൂമിലും എല്ലാം കിടത്തി ഉറക്കുന്നത്. അവരോരോരുത്തരും ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 മാസത്തെ വെക്കേഷന് വരുന്ന സമയത്ത് അവരടിച്ചു പൊളിച്ച് എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും കളിയും ചിരിയും തമാശയാണ്. ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പം നമ്മൾ വിചാരിക്കും അവരിവിടെയും ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവർക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അധികം കഷ്ടപ്പെടാൻ 8 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ബാക്കിയുള്ള സമയം റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവരും, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പലരുടെയും കാര്യം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്, 10-12 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ്
അവരിവിടെ നിൽക്കുന്നത്. അവർക്കൊന്ന് കഴിക്കാൻ പോലും സമയമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വരുക, ഉറങ്ങുക, കിട്ടുന്ന ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങുക, അതാണ് അവരുടെ ജീവിതം. ആ നാട്ടിൽ വരുന്ന 2 മാസമാണ് അവരുടെ സ്വർഗം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ 2 വർഷം കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുവാണ്. ചിലയിടത്ത് 10 പേര്, ഒരു ബാത്റൂം, ഒരു അടുക്കള, അങ്ങനെ വെളുപ്പിനെ 4:30 തൊട്ട് ഇവിടെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആണെങ്കിലും ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരാളും സുഖിച്ച് ജീവിക്കുന്നില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ UAE എക്സ്പീരിയൻസ് ഇല്ലാത്ത ചിലർ ജോലി അന്വേഷിച്ചിട്ട് വരുമ്പോൾ ചില കമ്പനികളിൽ 6 മാസം പ്രൊബേഷൻ പീരീഡിൽ മാസത്തിൽ 1 ദിവസം മാത്രമായിരിക്കും അവർക്ക് ലീവ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവർക്ക് വീക്കിലി ഓഫ് കിട്ടുക. അതേപോലെ 7 വർഷത്തോളമായിട്ട് മാസത്തിൽ 1 ദിവസം മാത്രം ലീവ് കിട്ടിക്കൊണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ഉണ്ട്. അവർക്ക് വർഷത്തിൽ 3-4 മാസം നാട്ടിൽ പോയി നിൽക്കാം. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് 1 ദിവസം പീരീഡ്സ് ആണ് അവർ വീക്ക് ഓഫ് എടുക്കുന്നതെങ്കിൽ അവരുടെ 1 വർഷം പോയി. അവർ 12 മാസത്തിൽ വെറും 3 മാസമായിരിക്കും അവർ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. വീട്ടിൽ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ മിക്ക പ്രവാസികളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ കാണുമായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. എന്തെങ്കിലും പുതിയതായിട്ട് ഒന്നും കൂടെ പണിയുന്നുണ്ടായിരിക്കും. അവരെ കഷ്ടപ്പെട്ട് പണിയുന്നത് ഇവിടെ ഒരു ഒറ്റ മുറിക്കകത്ത് കിടന്നിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അതേപോലെ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. കൂടുതൽ ആൾക്കാരും, ഒരു 90% ആൾക്കാരും ഇവിടെ ഉള്ളവർ, പ്രത്യേകിച്ച് മലയാളികളാണെങ്കിലും ആരാണെങ്കിലും നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ജോലി കിട്ടാനുള്ള പ്രയാസം എത്രത്തോളം ആണെന്നുള്ളത്, ജോലി ഉണ്ട് ഇവിടെ, പക്ഷേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറേ മാറിയിട്ടുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കളും ഭർത്താക്കന്മാരും അച്ഛന്മാരും മാമന്മാരും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നാട്ടിൽ അവരോട് എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ അവരൊരു മടിയും കൂടാതെ നമുക്കത് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവരിവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുമല്ലോ, അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇനിയിപ്പോൾ നാട്ടിൽ ആരെങ്കിലും അതിന് മൂല്യം കാണിക്കാത്തവർ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ ഒരു കുറവ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് മാറ്റി ചിന്തിക്കേണ്ട സമയമായെന്ന് ഞാൻ പറയും. പിന്നെ ഈ ഒരു നാട് ഒരിക്കലും നമ്മളെ പട്ടിണി കിടത്തില്ല എന്നുള്ളൊരു ബോധ്യം കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. എവിടുന്നേലൊക്കെ ഏതെങ്കിലും കൈകൾ നമ്മളെങ്ങനെ സഹായിക്കാനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കനോട് എനിക്ക് സ്നേഹമാണെന്ന് പറയുന്ന പോലെ വെറുത്ത് ഇവിടെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഇവിടുത്തെ ആൾക്കാരോടെല്ലാം എനിക്ക് സ്നേഹമാണ്. എനിക്കെന്തോ ഈ നാടിനോട് നല്ലൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്.